Dear students, welcome to Learner's World. In this video, I'm going to talk about Psychoanalysis, Foundations of Literary Theory, FAUGP, Semester 5, BA English Language and Literature, Calicut University. Psychoanalysis. Psychoanalysis is a theory developed mainly by Sigmund Freud and later expanded by Jacques Lacan. ഇതൊരു ലിറ്ററി തിയറിയാണ് സൈക്കോഅനാലിസിസ് എന്ന് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഈ ഒരു സിദ്ധാന്തം വികസിപ്പിച്ചത്. പിന്നീട് ജാക്ക് ലക്കാൻ ഈ സിദ്ധാന്തത്തെ കൂടുതൽ ഡെവലപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇറ്റ് സ്റ്റഡീസ് ഹൗ ദ അൺകോൺഷ്യസ് മൈൻഡ് ഇൻഫ്ലുവൻസസ് അവർ തോട്ട്സ്, ഫീലിംഗ്സ്, സ്പീച്ച്, ഡ്രീംസ് ആൻഡ് ആക്ഷൻസ്. അപ്പോൾ ഈ സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു തിയറിയിൽ നമ്മൾ പഠിക്കുന്നത് അൺകോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സ് നമ്മുടെ ചിന്തകളെയും നമ്മുടെ വികാരങ്ങളെയും നമ്മൾ സംസാരിക്കുന്ന സംസാരത്തെയും നമ്മുടെ സ്വപ്നങ്ങളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് പീപ്പിൾ ആർ നോട്ട് ഓൾവേസ് ഫുള്ളി അവെയർ ഓഫ് വൈ ദേ തിങ്ക് ഓർ ബിഹേവ് ഇൻ സർട്ടൻ വേയ്സ്. അപ്പോൾ ഈ ഒരു സൈക്കോ അനാലിസിസ് ആർഗ്യൂ ചെയ്യുന്നുണ്ട്, വാദിക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചിന്തിക്കുകയോ ചെയ്യുകയോ ചെയ്യുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തന്നെ പൂർണ്ണമായിട്ട് അറിയാത്തൊരു അവസ്ഥയാണ്. അതിന് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഹിഡൻ ഡിസയേഴ്സ്, ഫിയേഴ്സ്, മെമ്മറീസ് ആൻഡ് ഇമോഷൻസ് ഓഫൺ ഗൈഡ് അവർ ബിഹേവിയർ. അതായത് നമ്മളുള്ളിൽ മറിഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങൾ, ഭയങ്ങൾ, ഓർമ്മകൾ, വികാരങ്ങൾ തുടങ്ങിയിട്ടുള്ളൊക്കെയാണ് നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ദ ചാപ്റ്റർ ബിഗിൻസ് വിത്ത് എവറി എക്സാമ്പിൾസ് ഫോർ ലാംഗ്വേജ് ഫെയിൽസ്. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ നമ്മുടെ എവരിഡേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചില സാധാരണ സംഭവങ്ങളിലൂടെയാണ്. എ സ്റ്റുഡൻറ്റ് മേ നോ ഓൾ ദ ആൻസേഴ്സ് ഇൻ ആൻ ഇൻ്റർവ്യൂ ബട്ട് സഡൻലി ഫോർഗെറ്റ്സ് എവറിത്തിങ്. അതായത് ഇതിലൊരു നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ഒരു ഉദാഹരണം പറയാണ്. ഒരു വിദ്യാർത്ഥിക്ക് എല്ലാ ഉത്തരങ്ങളും അറിയാമെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ടെല്ലാം പെട്ടെന്ന് മറന്നു പോകുന്ന അവസ്ഥ. A person may want to send an important message but keeps typing and deleting it. വേറൊരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. ഒരാൾ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് അയക്കാൻ ശ്രമിക്കുമ്പോൾ പലവട്ടം എഴുതിയും അതിനെ തന്നെ മായ്ച്ചും അവസാനം മെസ്സേജ് അയക്കാതിരിക്കുന്ന ഒരവസ്ഥ. ദീസ് മൊമെൻറ്റ്സ് ഷോ ദാറ്റ് അവർ തോട്ട്സ് ആർ നോട്ട് ഓൾവേസ് അണ്ടർ കോൺഷ്യസ് കൺട്രോൾ. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ ചിന്തകൾ എല്ലായ്പ്പോഴും ഒരു ബോധപൂർവമായ നിയന്ത്രണത്തിലല്ലെന്ന് കാണിക്കുന്ന ഇൻസിഡൻസ് ആണിത്. സൈക്കോ അനാലിസിസ് ട്രീറ്റ്സ് ദീസ് ഫെയിലിയേഴ്സ് സീരിയസ്ലി ബിക്കോസ് ദേ റിവീൽ ഹിഡൻ ഇമോഷൻസ് ആൻഡ് അൺകോൺഷ്യസ് കോൺഫ്ലിക്ട്സ്. അവിടെയാണ് സൈക്കോ അനാലിസിസ് ഇത്തരം സംഭവങ്ങളെ ഗൗരവത്തോടെ കാണുന്നുണ്ട്, സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്, അതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള കാരണം ഇത്തരം സംഭവങ്ങൾ നമ്മുടെ അബോധ മനസ്സിലെ വികാരങ്ങളെയും സംഘർഷങ്ങളെയും ഒക്കെയാണ് വെളിപ്പെടുത്തുന്നത്. അതായത് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ടൊരു ടെൻഷനൊക്കെ ഉണ്ടാകും. അതുമൂലമാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത്. അടുത്തത്, പീപ്പിൾ യൂഷ്വലി ബിലീവ് ദാറ്റ് someone who speaks clearly is intelligent and confident. സാധാരണ മനുഷ്യർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് വ്യക്തമായിട്ട് സംസാരിക്കുന്ന ആളുകൾ വളരെയധികം ഇൻ്റലിജൻ്റ് ആണ്, ബുദ്ധിമാനാണ്, അതുപോലെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ദോസ് ഹു ഹെസിറ്റേറ്റ് ഓർ മേക്ക് മിസ്റ്റേക്സ് ആർ ഓഫൻ ജഡ്ജഡ് ആസ് കൺഫ്യൂസ്ഡ് ഓർ വീക്ക്. എന്നാൽ കുറച്ച് പറയുന്ന കാര്യങ്ങൾ വലിയൊരു വ്യക്തത ഇല്ലാതെ പറയുന്നതിന് ഒരു മടി കാണിച്ച് അല്ലെങ്കിൽ അതിനെ തെറ്റിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകളെ ആശയക്കുഴപ്പമുള്ളവരായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. കുറച്ച് വീക്കായിട്ടുള്ള പേഴ്സണായിട്ടും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പേഴ്സണായിട്ടൊക്കെയാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. സൈക്കോ അനാലിസിസ് ചലഞ്ചസ് ദിസ് ബിലീഫ്. അപ്പോൾ ഈ മനുഷ്യരുടെ ഇടയിലുള്ള ഈ വിശ്വാസങ്ങളൊക്കെ സൈക്കോ അനാലിസിസ് ചലഞ്ച് ചെയ്യാണ്, വെല്ലുവിളിക്കുകയാണ്. It says that hesitation, silence, contradictions and broken speech may reveal deeper truths. അപ്പോൾ സൈക്കോ അനാലിസിസ് പറയുന്നത് ഇതുപോലെയുള്ള ഹെസിറ്റേഷൻ, അതായത് സംസാരിക്കുന്ന സമയത്തുള്ള മടി, സൈലൻസ്, അതുപോലെ വിരോധാഭാസം,
ലാംഗ്വേജ് ഫെയിലിയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കൂടുതൽ ആഴത്തിലുള്ള സത്യങ്ങളെ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാണ് സൈക്കോ അനാലിസിസ് പറയുന്നത്. സംടൈംസ് ലാംഗ്വേജ് ഫെയിൽസ് ബിക്കോസ് അൺകോൺഷ്യസ് ഫീലിങ്സ് ആർ ട്രൈങ് ടു എക്സ്പ്രസ് ദംസെൽസ്. ചില സമയത്ത് അബോധ മനസ്സിലെ ഇമോഷൻസ് പുറത്തു വരാൻ ശ്രമിക്കുമ്പോഴാണ് ലാംഗ്വേജ് പലപ്പോഴും ഫെയിലിയർ ആയിട്ട് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. വെസ്റ്റേൺ ഫിലോസഫി എസ്പെഷ്യലി റെനെ ഡെക്കാർട്ട് believed that humans are rational thinking beings. ഒരു പാശ്ചാത്യ തത്വചിന്തകനായിട്ടുള്ള റെനെ ഡെക്കാർട്ട് പറയുന്നത് മനുഷ്യൻ യുക്തിപരമായി ചിന്തിക്കുന്ന ഒരു ജീവിയാണ്. അക്കോർഡിംഗ് ടു ദിസ് ഐഡിയ ക്ലിയർ തിങ്കിങ് ലീഡ്സ് ടു ക്ലിയർ സ്പീച്ച്. അപ്പോൾ ഈ ഒരു ഐഡിയൻ്റെ അടിസ്ഥാനത്തിൽ ക്ലിയർ തിങ്കിങ്, വ്യക്തമായ ചിന്ത വ്യക്തമായ സംസാരത്തിലേക്ക് നയിക്കും എന്നാണ് ഈ ഒരു ആശയം പറയുന്നത്. സൈക്കോ അനാലിസിസ് ക്വസ്റ്റ്യൻ ദിസ് ബിലീഫ് ബൈ ആസ്കിങ് വെദർ തിങ്കിങ് ഈസ് ഓൾവേസ് കോൺഷ്യസ്. അപ്പോൾ സൈക്കോ അനാലിസിസ് ഈ ഒരു ആശയത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. സിൻസ് ലാംഗ്വേജ് ഓൾറെഡി എക്സിസ്റ്റ് ബിഫോർ we are born, our thoughts are shaped by language and society, therefore we are not completely independent or fully aware of ourselves. അപ്പോൾ സൈക്കോ അനാലിസിസ് പറയുന്നുണ്ട് ഭാഷ, ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ജനനത്തിന് മുമ്പേ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളും സമൂഹവും ലാംഗ്വേജും ചേർന്നാണ് നമ്മുടെ ചിന്തകൾ രൂപപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സമൂഹവും ലാംഗ്വേജും, നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ സമൂഹവും ലാംഗ്വേജും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ ചിന്തകൾ രൂപപ്പെടുന്നത് എന്നാണ് സൈക്കോ അനാലിസിസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് അറിയുന്നവരല്ല, നമ്മൾ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓർ ഫുള്ളി അവെയർ ഓഫ് അവർ സെൽസ്, നമ്മളെ തന്നെ അറിയുന്നവരല്ല എന്നാണ് സൈക്കോ അനാലിസിസ് പറയുന്നത്. ഫ്രോയിഡ്സ് ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ വാസ് ദ ഐഡിയ ഓഫ് ദ അൺകോൺഷ്യസ്. അപ്പോൾ ഫ്രോയിഡിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് അൺകോൺഷ്യസ്, അബോധ മനസ്സ് എന്ന ആശയം. ദ അൺകോൺഷ്യസ് കണ്ടെയ്ൻ തോട്ട്സ്, മെമ്മറീസ്, ഫിയേഴ്സ് ആൻഡ് ഡിസയേഴ്സ് ദാറ്റ് റിമെയിൻ ഔട്ട്സൈഡ് അവർ അവെയർനെസ് ബട്ട് സ്റ്റിൽ ഇൻഫ്ലുവൻസ് അവർ ലിവ്സ്. അപ്പോൾ ഈ അൺകോൺഷ്യസ് അബോധ മനസ്സിൽ ചിന്തകളുണ്ട്, ഓർമ്മകൾ, ഭയങ്ങൾ, ആഗ്രഹങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒന്നാണ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. ഡ്രീംസ്, ജോക്സ്, സ്ലിപ്പ് ഓഫ് ദ ടങ്, റിപ്പീറ്റഡ് ഹാബിറ്റ്സ് ആൻഡ് സഡൻ ഇമോഷണൽ റിയാക്ഷൻസ് ഓൾ ഷോ ദ ആക്ടിവിറ്റി ഓഫ് ദ അൺകോൺഷ്യസ്. അതായത് സ്വപ്നങ്ങൾ, തമാശകൾ, അതുപോലെ സ്ലിപ്സ് ഓഫ് ദ ടങ് എന്ന് പറഞ്ഞാൽ നാവ് പിഴക്കുന്നതാണ് സ്ലിപ്പ് ഓഫ് ദ ടങ്, ഫ്രോയിഡിയൻ സ്ലിപ്സ് എന്നൊക്കെ പറയും. അതുപോലെ ആവർത്തിക്കുന്ന ശീലങ്ങൾ, പെട്ടെന്നുള്ള വികാര പ്രകടനങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ അബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാണെന്നാണ് പറയുന്നത്. ഫ്രോയിഡ് ആർഗ്യൂ ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ സ്പ്ലിറ്റ് സബ്ജക്ട്സ്. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യർ രണ്ട് ഭാഗങ്ങളുള്ള വ്യക്തികളാണ്. വൺ പാർട്ട് ഈസ് കോൺഷ്യസ് ആൻഡ് അവെയർ വൈൽ അനദർ പാർട്ട് ഈസ് അൺകോൺഷ്യസ് ആൻഡ് ഹിഡൻ. ഒരു ഭാഗം എന്ന് പറയുന്നത് ബോധപൂർവം ഉള്ളതും മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് അബോധമായിട്ടുള്ള ഒന്നും. അതായത് നമ്മുടെ മനസ്സിന് രണ്ട് ഭാഗമുണ്ടല്ലോ, അൺകോൺഷ്യസ് പാർട്ടും കോൺഷ്യസ് പാർട്ടും, ബോധപൂർവമുള്ളതും അബോധപൂർവം ആയിട്ടുള്ളതും. ബിക്കോസ് ഓഫ് ദിസ് ഡിവിഷൻ വി ക്യാൻ നെവർ ഫുള്ളി നോ അവർ സെൽസ്. അപ്പോൾ ഈ ഒരു ഡിവിഷൻ മനുഷ്യന് ഒരിക്കലും തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഡിവിഷൻ കാരണം, ഈ അൺകോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ഉണ്ടല്ലോ, അപ്പോൾ ഈ ഡിവിഷൻ കാരണം മനുഷ്യനെ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. People may believe they are rational, but unconscious fears and desires continue to affect their behavior. This inner conflict can create both suffering and creativity. അതായത് അബോധ മനസ്സിലെ ആഗ്രഹങ്ങളും ഭയങ്ങളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഇന്നർ കോൺഫ്ലിക്റ്റ്, നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു സംഘർഷം ചിലപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കും നമ്മുടെ സഫറിങ്, ദുഃഖത്തിനൊക്കെ കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. സൈക്കോ അനാലിസിസ് ഡസ് നോട്ട് പ്രോമിസ് പെർഫെക്റ്റ് ഹാപ്പിനെസ് ഓർ കംപ്ലീറ്റ് സെൽഫ് കൺട്രോൾ. സൈക്കോ അനാലിസിസ് എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനം ഒരു പരിഹാരം വാഗ്ദാനം ചെയ്യുന്നില്ല, ഒരു കംപ്ലീറ്റ് സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഹാപ്പിനെസ് വാഗ്ദാനം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻസ്റ്റഡ് ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ഹിഡൻ കോൺഫ്ലിക്ട്സ് ത്രൂ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്.
അതിന് പകരമായിട്ട് സംസാരത്തിലൂടെയും കേൾക്കലിലൂടെയും നമ്മുടെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന സംഘർഷങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് എൻകറേജസ് അസ് ടു പേ അറ്റൻഷൻ ടു ഡ്രീംസ്, സൈലൻസ്, ഹെസിറ്റേഷൻ, ഇമോഷൻസ് ആൻഡ് കോൺട്രാഡിക്ഷൻസ് ബിക്കോസ് ദേ മേ റിവീൽ ഇമ്പോർട്ടൻറ്റ് ട്രൂത്ത്സ് അബൌട്ട് അവർ സെൽസ്. അതായത് സ്വപ്നങ്ങൾ, മൗനം, അതുപോലെ മടി, വികാരങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ തന്നെ ശ്രദ്ധിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് സൈക്കോ അനാലിസിസ് ചെയ്യുന്നത്. ഫ്രോയിഡ്സ് 3 പാർട്സ് ഓഫ് ദ മൈൻഡ്. ഇനി ഫ്രോയിഡിൻ്റെ മനസ്സിൻ്റെ 3 ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ഇഡ്. The id is the instinctive part of the mind. It wants immediate pleasure and satisfaction without caring about rules or consequences. ഇഡ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഇഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഉടൻ സന്തോഷവും സംതൃപ്തിയൊക്കെ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് ഇഡ് എന്ന് പറയുന്നത്. അവിടെ നിയമങ്ങളെയോ അതിൻ്റെ റിസൾട്ടിനെ ഒന്നും പരിഗണിക്കുന്നില്ല, അത് മൂലമുള്ള പരിണിത ഫലത്തെയൊന്നും പരിഗണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്ലഷർ പ്രിൻസിപ്പിൾ. ഫോർ എക്സാമ്പിൾ, എ ഹംഗ്രി ചൈൽഡ് ഡിമാൻഡ് ചോക്ലേറ്റ് ഇമ്മീഡിയറ്റ്ലി ഷോ ദ വർക്കിംഗ് ഓഫ് ദ ഇഡ്. ഇതിനെ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നുണ്ട് ഇഡിനെ. അതായത് ഒരു ഹംഗ്രി ചൈൽഡ് ചോക്ലേറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ആ സമയത്ത് ആ കുട്ടിക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു സന്തോഷം, ആ ഒരു സംതൃപ്തി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അവിടെ ചോക്ലേറ്റ് കഴിച്ചാലുള്ള പരിണിത ഫലമൊന്നും കുട്ടിയുടെ മനസ്സിലില്ല. ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു പ്ലഷർ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ഈഗോ ആണ്. ദ ഈഗോ ഡെവലപ്സ് ടു ഡീൽ വിത്ത് റിയാലിറ്റി. ഇറ്റ് അണ്ടർസ്റ്റാൻഡ് റൂൾസ്, ലിമിറ്റ്സ് ആൻഡ് കോൺസിക്വൻസസ്. ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഈഗോ എന്ന് പറയുന്നത്. റിയാലിറ്റീനെ മാത്രം മനസ്സിലാക്കുന്ന ഒരു ഭാഗമാണ്, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്ന ഭാഗമാണ് ഈഗോ എന്ന് പറയുന്നത്. ഇത് റൂൾസും ലിമിറ്റും കോൺസിക്വൻസസ്, അതായത് നിയമങ്ങളും ഇപ്പോൾ ചോക്ലേറ്റ് കഴിച്ചാലുള്ള പരിണിത ഫലം ഇന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതാണ് ഈഗോ എന്ന് പറയുന്നത്. It balances the desires of the id with the real life situations. The ego works on the reality principle by making practical decisions. അപ്പോൾ ഇഡിൻ്റെ ആഗ്രഹങ്ങളും യഥാർത്ഥ ജീവിതത്തിലെ നിയമങ്ങളും തമ്മിൽ ഒരു ഈക്വാലിറ്റിയിൽ കൊണ്ടുപോകുന്നതൊക്കെ ഈഗോ ആണ്. അതായത് ഈഗോ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി പ്രിൻസിപ്പിളാണ്. റിയാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇഡ് എന്ന് പറയുന്നത് ഒരു പ്ലഷർ പ്രിൻസിപ്പിളായിരുന്നു. അപ്പോൾ അത് രണ്ടും സമതുലിതമായി കൊണ്ടുപോകുന്നതൊക്കെ ഈഗോ ആണ്. അടുത്തത് സൂപ്പർ ഈഗോ. The super ego is the moral voice inside us. It develops from parents, teachers, religion and society. It tells us what is right and wrong and often creates feelings of guilt when we break social or moral rules. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ ധാർമ്മികമായിട്ടുള്ള ഒരു ശബ്ദമാണ്, മോറൽ വോയിസാണ് നമ്മുടെ ഉള്ളിലുള്ള സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. നമ്മുടെ പാരൻസ്, ടീച്ചേഴ്സ്, നമ്മുടെ റിലീജിയൻ, സൊസൈറ്റി എന്നിവയിലൂടെയാണ് ഇത് രൂപപ്പെടുന്നത്. എന്താണ് ശരി, തെറ്റെന്താണ്, ഇത് നമ്മളെ പഠിപ്പിക്കുകയും തെറ്റുക ചെയ്യുമ്പോൾ നമ്മളെ ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്നത് സൂപ്പർ ഈഗോ ആണ്. അടുത്തത്, എ ഫ്രോയിഡിയൻ സ്ലിപ്പ് ഹാപ്പൻസ് വെൻ വി ആക്സിഡൻ്റലി സേ സംതിങ് ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി ഇൻറ്റൻറ്റഡ്. ഇനി ഫ്രോയിഡിയൻ സ്ലിപ്പാണ് പറയുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കാതെ തന്നെ നമ്മൾ നാവിൽ നിന്ന് പോവുകയെന്ന് പറയില്ലേ, അത് അങ്ങോട്ട് പോയി കഴിഞ്ഞു, നാവിൽ നിന്നാണ് പോയി കഴിഞ്ഞു എന്നറിയില്ലേ. നമ്മൾ പറയാൻ ഉദ്ദേശിക്കാത്ത വാക്കുകൾ അബദ്ധത്തിൽ പറഞ്ഞു പോകുന്നതിനെയാണ് ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയുന്നത്, നാവ് പിഴവ് എന്ന് പറയുന്നത്. ഫ്രോയിഡ് ബിലീവ് ദീസ് മിസ്റ്റേക്ക് ആർ നോട്ട് റാൻഡം, ദേ റിവീൽ ഹിഡൻ തോട്ട്സ് ഓർ ഡിസൈർസ് ഫ്രം ദ അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു യാദൃശ്ചികമായിട്ടുള്ളതല്ല, അബോധ മനസ്സിലെ മറഞ്ഞിരിക്കുന്ന ചിന്തകളോ ആഗ്രഹങ്ങളോ ഇതിലൂടെയൊക്കെയാണ് പുറത്തു വരുന്നത്. അടുത്തത് ജാക്ക് ലക്കാൻ ഐഡിയാസ്. ജാക്ക് ലക്കാൻ്റെ ആശയങ്ങളാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ മിറർ സ്റ്റേജ്. ലക്കാൻ എക്സ്പ്ലെയിൻ ദാറ്റ് എ ചൈൽഡ് ഫസ്റ്റ് ഡെവലപ്പ് എ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ബൈ സീയിങ് ഇറ്റ്സ് റിഫ്ലക്ഷൻ ഇൻ എ മിറർ. അതായത് ഒരു കുട്ടി ആദ്യമായിട്ട് കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബം കാണുമ്പോഴാണ് തൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. ഈ തിരിച്ചറിവ് ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ അംഗീകാരത്തിലൂടെയാണ് വളരുന്നത്. മിറർ സ്റ്റേജ് എന്ന് പറയുന്നത് the child identify with this complete image even though it still feels weak and dependent. This process continues throughout life because our identity is formed through how others see and recognize us.
അതായത് കുട്ടിയുടെ ഐഡൻറ്റിറ്റി ഐ എന്ന് പറയുന്നത്, ഞാനാണ് എന്ന് പറയുന്നത് റിവീൽ ചെയ്യുന്നതാണ് മിറർ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് തൻ്റെ പ്രതിബിംബം കണ്ണാടി കാണുമ്പോഴാണ് തൻ്റെ തൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ ആ കുട്ടി തുടങ്ങുന്നത്. ഈ തിരിച്ചറിവ് ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ അംഗീകാരത്തിലൂടെയാണ് വളരുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ദ ഇമാജിനറി. The imaginary is the world of images, fantasies and ideal version of ourselves. ഇമാജിനറി എന്നത് ചിത്രങ്ങളിലൂടെയും സ്വപ്നങ്ങളുടെയും സങ്കല്പങ്ങളുടെയും ഒക്കെ ഒരു ലോകമാണ് ഇമാജിനറി വേൾഡ് എന്ന് പറയുന്നത്, ഒരു സാങ്കല്പിക ലോകം. സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്, പെർഫെക്റ്റ് ഫാമിലി പിക്ചേഴ്സ് ആൻഡ് ഡ്രീംസ് ഓഫ് സക്സസ് ആർ എക്സാമ്പിൾസ് ഓഫ് ദി ഇമാജിനറി. ദീസ് ഇമാജസ് ഹെൽപ്സ് us build identity but may not match reality. ഒരു സാങ്കല്പിക ലോകമാണ് ഇമാജിനറി ലോകം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ നമ്മൾ ഓരോ ഫാമിലി പിക്കൊക്കെ കാണും. അതൊക്കെ അതുപോലെ ഓരോരുത്തരുടെ വിജയം ഒക്കെ കാണും. ഇതൊക്കെ റിയാലിറ്റിയുമായി യാഥാർത്ഥ്യവുമായിട്ട് മാച്ചല്ല, ഒത്തുപോകില്ല. അതൊക്കെ ഒരു സാങ്കല്പികം മാത്രമാണ്. ഇതാണ് ഇമാജിനറി എന്ന് പറയുന്നത്. The symbolic. The symbolic is the world of language, culture, laws, family and social rules. We enter this world from birth and learn how society expects us to behave. Our identity is shaped by these social structures rather than by personal choices alone. Symbolic എന്ന് പറഞ്ഞാൽ ഭാഷയുടെയും നിയമങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ ഒരു ലോകമാണ് സിംബോളിക് ലോകം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ വ്യക്തിത്വം ഈ സാമൂഹിക ഘടനകളിലൂടെയാണ് രൂപപ്പെടുന്നത്. ഇനി ദ റിയൽ. The real refers to experiences that cannot be fully explained by language or symbols. Events such as sudden death, accidents, trauma, or great shock make people speechless. These experiences show the limits of language and human understanding. റിയൽ എന്ന് പറഞ്ഞാൽ ഭാഷ കൊണ്ടും അതുപോലെ സിമ്പിൾസ് ചിഹ്നങ്ങളാലും പൂർണ്ണമായും വിശദീകരിക്കാൻ കഴിയാത്ത അനുഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ദ റിയൽ കൊണ്ട്. പെട്ടെന്നുള്ള മരണം, അപകടം, വലിയ ആഘാതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിയലിന് ഉദാഹരണങ്ങളാണ്. ദ ഗേസ്. The gaze is the feeling that we are being watched and judged by others. It influences how we dress, behave, and think about ourselves. We often change our behavior because we imagine how others see us. The gaze എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മെ നോക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നു എന്നൊരു തോന്നലാണ്. അതായത് ആ തോന്നലിലൂടെ നമ്മളെ വസ്ത്രധാരണത്തെയും നമ്മുടെ പെരുമാറ്റത്തെയും ഒക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ വസ്ത്രം ധരിക്കുന്നതിനെയും അവിടെ ആറ്റിറ്റ്യൂഡിനെയൊക്കെ ഇത് ഈ ഒരു ഗേസ് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മറ്റുള്ളവർ നമ്മളെ നോക്കുന്നുണ്ട്, നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും, ആ ഒരു ചിന്തകളൊക്കെയാണ് ഗേസിൽ വരുന്നത്. റിപ്രഷൻ ആൻഡ് സിംറ്റംസ്. അടിച്ചമർത്തലും ലക്ഷണങ്ങളും. Repression happens when painful memories or unacceptable desires are pushed into the unconscious. റിപ്രഷൻ എന്ന് പറയുന്നത് അതായത് വേദനാജനകമായ ഓർമ്മകളെയോ അംഗീകരിക്കാനാകാത്ത ആഗ്രഹങ്ങളെയോ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്നതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. However, they do not disappear. They return through dreams, anxiety, repeated behavior, emotional problems or physical symptoms. നമ്മളങ്ങനെ നമ്മുടെ അബോധ മനസ്സിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളെ ഓർമ്മകളും അതായത് നമുക്ക് നടത്താൻ പറ്റാത്ത ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന സമയത്ത് അത് അവിടെ പോയിട്ട് ഇല്ലാതാകുന്നില്ല എന്നാണ് പറയുന്നത്. ഡു നോട്ട് ഡിസപ്പിയർ. അത് പിന്നീട് സ്വപ്നങ്ങൾ, നമ്മുടെ ആങ്സൈറ്റി, നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പെരുമാറ്റം, റിപ്പീറ്റഡ് ബിഹേവിയർ, മാനസിക പ്രശ്നങ്ങൾ തുടങ്ങിയവയായിട്ട് പിന്നീട് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. സൈക്കോ അനാലിസിസ് സ്റ്റഡീസ് ദീസ് സിംറ്റംസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിഡൻ കോൺഫ്ലിക്റ്റ് ബിഹൈൻഡ് ദം. സൈക്കോ അനാലിസിസ് ഈ ഒരു സിംറ്റംസിനെ, ഈ ഒരു ലക്ഷണങ്ങളെ കുറിച്ചിട്ട് പഠിക്കുകയും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു സംഘർഷങ്ങളെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് സൈക്കോ അനാലിറ്റിക് റീഡിംഗ് ഓഫ് എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ. എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സൈക്കോ അനാലിസിസ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്നത്. The chapter ends by applying psychoanalysis to the Malayalam song Endamede Jimikki Kamal. The song is not seen as simple entertainment but as a reflection of social change in Kerala. അപ്പോൾ ഈ ഒരു എൻ്റമ്മയുടെ ജിമിക്കി കമ്മൽ എന്ന് പറയുന്ന ഈ ഒരു സോങ് മലയാളത്തിലൊരു സോങ്ങാണ്. ഇത് സൈക്കോ അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് നോക്കുകയാണ്. ഈ ഒരു സോങ് എന്ന് പറയുന്നത് വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതി മാത്രമല്ല, കേരളത്തിലെ സാമൂഹിക മാറ്റങ്ങളുടെ ഒരു പ്രതിഫലനമായിട്ടാണ്
ഈ ഒരു സോങ്ങിനെ കാണുന്നത്. The father is no longer shown as a strict and powerful authority. Instead, authority becomes humorous and loses its seriousness. അതായത് ഈ ഒരു എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ എൻ്റെ പെൻ കട്ടുകൊണ്ട് പോയേ എന്ന് പറയുന്ന ആ ഒരു പാട്ട്, ആ പാട്ടിൽ അച്ഛൻ എന്ന് പറയുന്നത് ഒരു അതോറിറ്റിയുടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രതീകമല്ല. ഒരു സൈക്കോ അനാലിസിസ് റീഡിങ്ങിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഒരു അതോറിറ്റി, അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു അധികാരം തമാശയായിട്ട് മാറുകയും അതിൻ്റെ ഗൗരവം കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഫാമിലി റിലേഷൻഷിപ്പ് ബിക്കം മോർ ഈക്വൽ ആൻഡ് യങ്ങർ പീപ്പിൾ ചലഞ്ച് ട്രഡീഷണൽ പവർ വിത്തൗട്ട് ഡിറക്റ്റ് റിബല്യൻ. അതായത് ഇവിടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഈക്വലായിട്ട് മാറുന്നുണ്ട്. അതായത് യുവതലമുറ നേരിട്ടുള്ള ഒരു റബല്യൻ, ഒരു കലാപമില്ലാതെ പഴയ അധികാരത്തെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദ സോങ് ഓൾസോ ഷോസ് ചേഞ്ചസ് ഇൻ ജെൻഡർ റോൾസ്. അതുപോലെ ഈ ഗാനം ജെൻഡർ റോൾസിലുള്ള മാറ്റങ്ങൾ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് സ്ത്രീകളുടെ സാമൂഹിക സ്ഥാനത്തും വലിയ മാറ്റം വന്നിട്ടുണ്ട്. സമൂഹത്തിൽ സ്ത്രീകളുടെ ആ ഒരു വാല്യൂ ഒക്കെ ഈ ഒരു സോങ് കാണിക്കുന്നുണ്ട്. വുമൺ മൂവ് ഫ്രീലി, ഡാൻസ് കോൺഫിഡൻ്റ്ലി ആൻഡ് ഷെയർ പബ്ലിക് സ്പേസ് വിത്തൗട്ട് ഫിയർ ഓർ ഷെയിം. അതായത് സ്ത്രീകൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്, ആത്മവിശ്വാസത്തോടെ ഡാൻസ് ചെയ്യുകയും പൊതുസ്ഥലങ്ങളിൽ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ സോഷ്യൽ ബൗണ്ടറീസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് ഐഡൻറ്റിറ്റീസ് ബിക്കം വീക്കർ ആസ് മോഡേൺ യൂത്ത് കൾച്ചർ ബ്രിങ്സ് പീപ്പിൾ ടുഗദർ. അതുപോലെ പഴയ സാമൂഹിക അതിരുകൾ ക്രമേണ ഇല്ലാതാകുന്നതും പുതിയ യൂത്തിൻ്റെ കൾച്ചർ ആളുകളെ ഒന്നിപ്പിക്കുന്നതും ഒക്കെയാണ് ഈ ഒരു സോങ് സൂചിപ്പിക്കുന്നത്. ഫ്രം എ സൈക്കോ അനാലിറ്റിക് വ്യൂ, ദ സോങ് റിഫ്ലക്ട് ചേഞ്ചസ് ഇൻ അതോറിറ്റി, ഫാമിലി, ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് കൾച്ചർ. അപ്പോൾ ഒരു സൈക്കോ അനാലിസിസ് കാഴ്ചപ്പാടിൽ ഈ ഒരു ഗാനത്തെ നോക്കുകയാണെങ്കിൽ, എൻ്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ, എൻ്റെ പെൻ കട്ടുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗാനം നോക്കുകയാണെങ്കിൽ, അതായത് അതോറിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് അച്ഛനെന്ന് പറയുന്ന അധികാരം, അതുപോലെ കുടുംബം, ജെൻഡർ ഐഡൻറ്റിറ്റി, ലിംഗബന്ധങ്ങൾ, വ്യക്തിത്വം, സംസ്കാരം എന്നിവയിലെ മാറ്റങ്ങളൊക്കെ ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇറ്റ് ഷോസ് ദാറ്റ് സൈക്കോ അനാലിസിസ് ക്യാൻ ബി യൂസ്ഡ് നോട്ട് ഓൺലി ടു സ്റ്റഡി ഇൻഡിവിജ്വൽസ് ബട്ട് ഓൾസോ ലിറ്ററേച്ചർ, ഫിലിം, സോങ് ആൻഡ് സൊസൈറ്റി. അതുപോലെ ഈ ഒരു ഇതിൽ നമുക്ക് സാഹിത്യത്തെയും സിനിമയെയും ഗാനങ്ങളെയും സമൂഹത്തെയും ഒക്കെ പഠിക്കാൻ സൈക്കോ അനാലിസിസ് ഉപയോഗിക്കാമെന്ന് ഈ ഒരു ഗാനത്തിലൂടെ തെളിയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സൈക്കോ അനാലിസിസിനൊന്ന് ഉപസംഹാരം ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. സൈക്കോ അനാലിസിസ് ടീച്ചേഴ്സ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ നോട്ട് കംപ്ലീറ്റ്ലി റാഷണൽ ഓർ ഫുള്ളി അവെയർ ഓഫ് ദംസെൽസ്. അതായത് സൈക്കോ അനാലിസിസ് നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യന് പൂർണ്ണമായും ഒരു യുക്തിപരനോ അല്ലെങ്കിൽ സ്വയം പൂർണ്ണമായി അറിയുന്നവനോ അല്ലെന്നാണ്. അതായത് നമുക്ക് നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് സൈക്കോ അനാലിസിസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ നമ്മൾ കംപ്ലീറ്റ്ലി റാഷണൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർ അൺകോൺഷ്യസ് മൈൻഡ് ഷേപ്സ് അവർ സ്പീച്ച്, ഡ്രീംസ്, ഇമോഷൻസ് ആൻഡ് ആക്ഷൻസ്. നമ്മുടെ പ്രവർത്തികളെയും നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ സംസാരത്തിനെയും ഒക്കെ ഷേപ്പ് ചെയ്യുന്നത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡാണ്, നമ്മുടെ അബോധ മനസ്സാണ്. Freud's concept of unconscious id, ego, superego, repression and Freudian slips together with Lacan's ideas of the mirror stage, the imaginary, symbolic, the real and the gaze helps us understand both literature and everyday life. അതായത് ഫ്രോയിഡിൻ്റെ അബോധ മനസ്സ്, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, റിപ്രഷൻ, ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്നീ ആശയങ്ങളും ലക്കാൻ്റെ മിറർ സ്റ്റേജ്, ഇമാജിനറി സ്റ്റേജ്, സിംബോളിക്, ദ റിയൽ, ദി ഗേസ് എന്നീ ആശയങ്ങളും സാഹിത്യത്തെയും ദൈനംദിന ജീവിതത്തെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ചാപ്റ്റർ കൺക്ലൂഡ്സ് ബൈ ഷോയിങ് ദാറ്റ് സൈക്കോ അനാലിസിസ് ഈസ് എ പവർഫുൾ മെത്തേഡ് ഫോർ അനലൈസിങ് കൾച്ചർ, ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ച്, മേക്കിംഗ് ഇറ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് ലിറ്റററി തിയറി. അപ്പോൾ ഈ ഒരു സൈക്കോ അനാലിസിസ് ഒരു പവർഫുൾ മെത്തേഡാണ്. അതായത് വ്യക്തിയെയും സമൂഹത്തെയും സംസ്കാരത്തെയും ഒക്കെ പഠിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു സാഹിത്യ സിദ്ധാന്തമാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.